മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങൾ ഉണ്ണി ഏകദേശം മനസ്സിലാക്കി എന്നുള്ള ഒരു ധാരണയിൽ കണ്ണൻ എത്തിച്ചേരുന്നുണ്ട്. കാരണം ഉണ്ണിയുടെ പ്രകടമായിട്ടുള്ള ദേഷ്യവും മറ്റൊക്കെ തന്നെ കണ്ണൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ കുറച്ചുകൂടിയും കെയർഫുൾ ആയിട്ട് ഇരിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ഉണ്ണി ആവട്ടെ വാമദേവനുമായിട്ട് ചർച്ച ചെയ്ത് കണ്ണന്റെ കള്ളത്തരങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്നും തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവൻ കരുണയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കരുണയാണെങ്കിൽ ഡിറ്റക്റ്റീവ് ഉണ്ണി എന്ന് വിളിച്ച് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് വിഷു ആയിട്ട് കണ്ണനാവട്ടെ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. താൻ ഒരുക്കിയ വിഷുക്കണി കാണാനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാണ്, വിധി ഇപ്പോ ഇങ്ങനെയാണ്. എന്തായാലും അടുത്ത പ്രാവശ്യം അനന്തവും ലേഖയും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ കൂടി ഉണ്ടാകും. ഒരു പ്രത്യേക തരം സുഖമുള്ള വിഷു ആയിരിക്കുമെന്നൊക്കെ കണ്ണൻ മഹിയോട് പറയുന്നു. അല്ല കണ്ണേട്ടാ, അപ്പോ ഈ ഒരു നാടകങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് കണ്ണനോട് മഹാലക്ഷ്മി. നാടകം ഇപ്പൊ അവസാനിപ്പിക്കേണ്ട, അതിങ്ങനെ തുടർന്ന് പോട്ടെ. അപ്പൊ പ്രസവം കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ആയിരിക്കോ, അങ്ങോട്ട് വരില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും തന്നെ എല്ലാം അവസാനിപ്പിക്കണം. കാരണം ഇപ്പൊ തന്നെ അമ്മയെ കാണാതിരിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. ഇനിയിപ്പോ അമ്മയെയും കുഞ്ഞിനെയും ഒരുമിച്ച് കാണാതിരിക്കാൻ എനിക്ക് തീരെ കഴിയില്ല എന്നൊക്കെ പറയുമ്പോ തന്നെ ഉണ്ണിയാണെങ്കിൽ കണ്ണന്റെ വാതിൽക്കൽ വന്ന് ആരോടാണ് സംസാരിക്കുന്നത് എന്നിങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. വാതിൽ അടച്ചതുകൊണ്ട് തന്നെ അവന് കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. പക്ഷെ എന്നാലും ഉണ്ണിയായൊരു ശ്രമം വിട്ടുകളയുന്നില്ല. അവൻ കൂടുതൽ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ മഹി പറയുന്നുണ്ട്, നമുക്ക് പ്രസവം അടുക്കാനാകുമ്പോൾ തന്നെ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയണം. നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ അവന്റെ അച്ഛന്റെ പേര് എല്ലാവരും അറിയണമെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. പക്ഷെ ഇപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ നാടകം തുടർന്നേ മതിയാകൂ. ഇവിടെ ഉണ്ണിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നി തുടങ്ങിയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം അവന്റെ പെരുമാറ്റവും ഒക്കെ തന്നെ മറ്റൊരു രീതിയിലാണെന്ന് പറയുമ്പോൾ അത് അനന്തുവേട്ടനും ലേഖയും എന്നോട് സൂചിപ്പിച്ചിരുന്നു. അനാവശ്യമായിട്ട് കോളോ മെസ്സേജോ ഒന്നും വേണ്ട എന്ന് ലേഖ എന്നെ വിലക്കിയിടുന്നൊക്കെ പറയണം. എന്തായാലും കൂടുതൽ സൂക്ഷിക്കണം കണ്ണേട്ടാ. ജോലി കൂടി കളഞ്ഞു നിൽക്കുന്ന ടൈമാണ്. അപ്പൊ അവന് കൂടുതൽ പക കൂടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് വീണ്ടും അവനെ കമ്പനിയിലേക്ക് കയറ്റിയാലോ, അതൊരു ആശ്വാസമായാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് വേണ്ട, ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, അവൻ ഒരു പാഠം പഠിക്കണം എന്നൊക്കെ കണ്ണൻ പറയുന്നു. എന്തായാലും ഉണ്ണിയാണെങ്കിൽ മഹാലക്ഷ്മിയോടാണ് കണ്ണൻ സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അമ്മയ്ക്ക് സാരി കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെ മഹിയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷുക്കണി ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ കരുണ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി കണ്ണൻ മഹിയോട് പറയുന്നു. അവൾ അതിന്റെ എല്ലാവിധ പൊങ്ങച്ചവും വീട്ടിലേക്ക് വന്നപ്പോൾ കാണിച്ചിരുന്നുവെന്നും കണ്ണേട്ടൻ വാങ്ങിത്തന്ന നെക്ലസ് പൊക്കി പിടിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വന്നതെന്നൊക്കെ മഹിയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്. അതൊക്കെ ഏറെ നാൾ നീണ്ടു നിൽക്കാത്ത സന്തോഷമാണല്ലോ. സത്യങ്ങൾ അറിയുമ്പോൾ അവള് തന്നെ അതൊക്കെ നമുക്ക് തിരിച്ച് തന്നോളും. മാത്രമല്ല അത് വെറും ഒരു തരലായിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്ക് എറിയുന്നത് പോലെയൊക്കെ ആയിരിക്കും അവൾ ചെയ്യുക എന്നൊക്കെ കരുണയെ കുറിച്ച് കണ്ണനും പറയുന്നു. പിന്നീട് ഉണ്ണിയാണെങ്കിൽ ആരോടായിരിക്കും അയാൾ സംസാരിച്ചിട്ടുണ്ടാവുക, മഹാലക്ഷ്മിയോട് തന്നെ ആയിരിക്കും എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്. എന്തായാലും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കരുണ വരുന്നത്. എന്നിട്ട്, ഓ ഡിറ്റക്റ്റീവ് ഉണ്ണി ഇനിയും പണി നിർത്തിയില്ലേ, ഇതിനി ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണോ തീരുമാനം? ഇതേ നോക്ക്, ജോലിയും കൂലിയും ഇല്ല, ഞാൻ പറയുന്ന ഒരു സാധനങ്ങൾ നിങ്ങൾ വാങ്ങി തരുന്നുമില്ല. നല്ലൊരു വിഷുവായിട്ട് വിഷുക്കോടി വാങ്ങി തരാതെ സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ഏട്ടനാണ് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അതുപോലെ ഡ്രസ്സൊക്കെ എടുത്തത്. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? അതൊക്കെ ചോദിക്കുമ്പോൾ ഇതേ കരുണെ വെറുതെ എന്നെ പിരികയറ്റാൻ വരല്ലേ, ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കുള്ളൂ എന്ന്. അതുകൊണ്ടേ നീ ഇനി അയാൾ വാങ്ങിത്തരുന്നത് കിട്ടാൻ മതി, എനിക്കൊരു പ്രശ്നമില്ല, വേണമെങ്കിൽ അയാളെ നീ അങ്ങ് സ്നേഹിച്ചോ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് കരുണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ, ഇപ്പോ ഞാനൊന്ന് ഛർദിച്ച സമയത്ത് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റാരോ പറഞ്ഞ് സംശയിച്ചിരുന്നല്ലോ, അതുപോലെ കണ്ണേട്ടനെ എന്നെയും വെച്ച് നിങ്ങൾ കഥ ഉണ്ടാക്കുകയാണെന്നൊക്കെ ചോദിക്കുകയാണ് കരുണ. ഞാൻ ആരെയും വെച്ച് കഥ ഉണ്ടാക്കാനൊന്നുമില്ല, പക്ഷെ എന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നേക്കരുത്, ഞാൻ പല ടെൻഷനിലാണ്, അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, ഓ നിങ്ങൾക്ക് എന്താ ടെൻഷൻ, ജോലിയില്ല കൂലിയില്ല ഒരു ഉത്തരവാദിത്തങ്ങളും ഇല്ല, പിന്നെ ഇപ്പോ ടെൻഷൻ അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ കരുണ വീണ്ടും ചോദിക്കുന്നു. എങ്കിലേ നീ മിണ്ടാതെ നിന്റെ പണി നോക്ക്, നീ വേണമെങ്കിൽ അയാളെ ചെന്ന് പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ആ ഞാൻ പുകഴ്ത്തും, കാരണം അവളെ വെറുക്കുന്ന കണ്ണേട്ടൻ എനിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തന്നു, ആ സമ്മാനങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടും ചെയ്തു, അതുകൊണ്ട് തന്നെ
അവളെ വെറുക്കുന്ന കണ്ണേട്ടനെ ഞാൻ സ്നേഹിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്തായാലും കരുണയുടെ ആ ഒരു മനംമാറ്റം അത് അധിക നാളൊന്നും ഉണ്ടാവില്ല എന്ന് ഉണ്ണി വീണ്ടും വീണ്ടും വിലക്കുന്നുണ്ടെങ്കിലും കണ്ണേട്ടനെ ഇപ്പൊ തനിക്ക് ഇഷ്ടമാണ്. ആത്മാർത്ഥമായി തന്നെയാണ് കണ്ണേട്ടനെ താൻ സ്നേഹിക്കുന്നു എന്ന് ഒക്കെ തന്നെ കരുണയാണെങ്കിൽ ഉണ്ണിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്. എങ്കിൽ പിന്നെ നീ അയാളെ സ്നേഹിച്ച് അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ ദേഷ്യത്തോടെ പോകുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും വിഷുവിന് മുന്നായി തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കണമെന്നുള്ള വാശിയിൽ തന്നെയാണ് ഉണ്ണി. അതിനുവേണ്ടി ചെറിയൊരു തെളിവ് കിട്ടാനായിട്ട് അവൻ പല വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം നമുക്ക് ഇടുന്ന എപ്പിസോഡ്സിനായിട്ട്.